കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേര് ശരണ്യ എന്ന ട്രക്കിങ്ങിന് പോയ പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു. ആദ്യത്തെ ദിവസം കർണാടക ഭാഗത്ത് ട്രക്കിങ്ങിന് പോയ ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന വാർത്ത കേട്ടപ്പോൾ ഒരു ആശങ്ക തോന്നി. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. അടുത്ത ദിവസങ്ങളിലും കൂടുതൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ആശങ്ക കൂടുകയായിരുന്നു. വീട്ടുകാരുടെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ദൈവമേ ഒന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ശരണ്യ സുരക്ഷിതയാണ് എന്ന വാർത്ത കേൾക്കുമ്പോഴും ശരണ്യ ഇത്രത്തോളം ഫ്രഷായി മാധ്യമങ്ങളുടെ മുന്നിൽ വരും എന്ന് പ്രതീക്ഷിച്ചില്ല. ശരണ്യ ടയേർഡായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ 4 ദിവസം വഴി തെറ്റി അലഞ്ഞ ഒരു ഭാവങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച എനിക്ക് തെറ്റി. ശരിക്കും ക്യാമറയുടെ മുന്നിൽ ശരണ്യെ കണ്ടപ്പോൾ ഞാൻ അന്തം വിടുകയായിരുന്നു. ഇത്രയും ഫ്രഷ്നെസ്സായിട്ട് ശരണ്യയ്ക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു? മിടുക്കി എന്ന് ഞാൻ ഉള്ളിൽ പറഞ്ഞു. ധൈര്യം അത്രമാത്രമായിരിക്കും. ആ ഫോട്ടോയുടെ അതിന് താഴെ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളിൽ പെണ്ണ് എന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മനസ്സിലൊരു അഭിമാനം തോന്നി. മിടുക്കി ഇത്രയും ദിവസങ്ങളിൽ. ഒരുപക്ഷെ ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് അവർ സ്ഥിരമായി പോകുന്നതാണ്, അവർ യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത്രയും സ്ട്രെങ്ത് ഉണ്ടാകാം. പക്ഷെ വീട്ടുകാരോട് പറയാതെ പോയത് എന്തുകൊണ്ടാണ്? ഉച്ചയ്ക്കൊക്കെ ഈ കുട്ടിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പെൺകുഞ്ഞുങ്ങളാണ് നമുക്കും ഒക്കെ ഉള്ളത്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടുകാരോട് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ വിഷമം തോന്നിയിരുന്നു. പക്ഷെ വൈകുന്നേരം ആ കുട്ടിയുടെയും അമ്മയുടെയും ഒക്കെ പരസ്പരമുള്ള ആ ഒരു സംസാരവും തിരിച്ചെത്തി ആ ഒരു വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത് കണ്ടപ്പോൾ ആശ്വാസം തോന്നി. ഈ വിഷയം തന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പതിവായി ഞങ്ങളുടെ വീട്ടിനടുത്ത് കൂടാറുള്ള ഒരു സൗഹൃദ സദസ്സിൽ പങ്കുവെക്കുകയുണ്ടായി. എന്താ അല്ലേ ആ കുട്ടിക്ക് എന്തൊരു ധൈര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ എല്ലാവരും അനുകൂലിച്ചപ്പോൾ ഒരാൾ എതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞു. എന്തിനായിരിക്കും പോയതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? നിങ്ങളൊരു മാധ്യമ പ്രവർത്തകയല്ലേ, എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? നിങ്ങളൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്നോട് എൻ്റെ സൗഹൃദ സദസ്സിലെ ആ സുഹൃത്ത് ചോദിക്കുകയുണ്ടായി. ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ചു. എങ്കിലും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പല രീതിയിൽ പല കാര്യങ്ങളും പിന്നീട് പുറത്തു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതിലൊന്നും വിശ്വസിക്കേണ്ട. 4 ദിവസം വെറും വെള്ളം മാത്രം കുടിച്ച് കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഇത്രമാത്രം ഒരു എനർജി ഉണ്ടാകുമോ എന്ന് നാച്ചുറലി ചോദിച്ചു. ചില ആളുകൾ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിയുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചില പ്രമുഖരായ വ്യക്തികളുടെ ചില പോസ്റ്റുകൾ ഇങ്ങനെ ദിവസവും അവരെന്താണ് കുറിച്ചിരിക്കുന്നത് എന്ന് നോക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ നോക്കുന്നൊരു പ്രൊഫൈലാണ് ഭാസ്കരൻ നായർ അജയൻ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. അതിനകത്ത് അദ്ദേഹം എന്തായിരിക്കും ഈ വിഷയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ രാവിലെ അദ്ദേഹത്തിൻ്റെ പേജ് പരിശോധിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ അദ്ദേഹം നല്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ ആശങ്ക ഒന്നുകൂടി വർദ്ധിച്ചു. എന്തായാലും അതിനെ ഇഴകേറി പരിശോധിക്കുന്നില്ല. അദ്ദേഹം എഴുതിയ ആ പോസ്റ്റ് വായിക്കാം. ആ പോസ്റ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. പോസ്റ്റ് ഇങ്ങനെയാണ്. പിന്നെ യുദ്ധം ജയിച്ചിട്ട് വരികയല്ലേ, അന്ന് കഞ്ചാവ് ബാബു, ഇന്ന് ശരണ്യ. ഈ പെണ്ണിൻ്റെ പേരിൽ കേസെടുക്കണം. ഒറ്റയ്ക്ക് പോകരുത് എന്ന് പലരും പറഞ്ഞിട്ടും പോയത് എന്തിനായിരുന്നു? നഷ്ടപരിഹാരം ഈടാക്കണം. കൂടാതെ ഈ 4 ദിവസം കൊടുങ്കാട്ടിൽ കഴിഞ്ഞിട്ടും ആരോഗ്യവതിയായിട്ടാണ് കാണുന്നത് എന്ന് ഡോക്ടർമാർ. കൂടാതെ മാവോയിസ്റ്റ് ബന്ധവും അന്വേഷിക്കണം. പാനായിക്കുളം, വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തിയ സിമി എന്ന നിരോധിത മതസംഘടനയുടെ ആയുധ പരിശീലനത്തിനായി കാട്ടിൽ ഒറ്റയ്ക്ക് പോയതാണോ എന്നുകൂടി അന്വേഷിക്കണം. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ വനത്തിൽ വഴിതെറ്റി കാണാതായ നാദാപുരം സ്വദേശിനി 28-കാരിയായ ശരണ്യെ 4 ദിവസത്തിന് ശേഷം ജീവനോടെ കണ്ടെത്തി. ഒറ്റയ്ക്ക് പോകരുത് എന്ന് എല്ലാവരും ഉപദേശിച്ചിട്ടും അവൾ ഒറ്റയ്ക്ക് പോവുകയായിരുന്നു. വനം വകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് 6 സംഘങ്ങളായി നടത്തിയ വ്യാപക തിരച്ചിലിനൊടുവിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ശരണ്യെ കണ്ടെത്തിയത്. സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഉൾവനത്തിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ അരുവിക്ക് സമീപമായിരുന്നു ശരണ്യ ഉണ്ടായിരുന്നത്. നോട്ട് ദ പോയിന്റ്, ഇങ്ങനെ അദ്ദേഹം കുറിച്ചിരിക്കുന്നു. ഭക്ഷണമില്ലാതെ 4 ദിവസം കാട്ടിൽ കഴിഞ്ഞിട്ടും ശരണ്യ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്തു മനസ്സിലായി പ്രബുദ്ധ? കയ്യിലുണ്ടായിരുന്ന വെള്ളം മാത്രമാണ് ജീവൻ നിലനിർത്താൻ സഹായിച്ചത് എന്ന് ശരണ്യ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കഞ്ചാവ് അടിച്ചു കിറുങ്ങി മലമ്പുഴ ചെറാടിയിലുള്ള കുറുമ്പാച്ചി മലയിൽ കയറിയിരുന്ന് കരഞ്ഞ ബാബു എന്ന ചെറുക്കനെ 45 മണിക്കൂറിന് ശേഷം ഇന്ത്യൻ ആർമി വന്ന് രക്ഷിച്ച ചരിത്രം 2022 ഫെബ്രുവരി 9 നാം കണ്ടതാണ്. സ്വന്തം മകനെ രക്ഷിക്കാൻ ശ്രമിച്ച ആ സാധു അമ്മ ഇവൻ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ അമ്മയുടെ കരച്ചിൽ ഇന്നും വേദനയോടെ ഓർക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിന് മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില നൽകി ഡാമിലും കുളത്തിലും വനത്തിലും കടലിലും ഒക്കെ നീന്താനും കുളിക്കാനും കറങ്ങാനും പോകുന്നവരെ നാം കാണാറുണ്ട്. ഒട്ടുമിക്ക പേരും അപകടത്തിൽപ്പെടാറുമുണ്ട്. ഇന്ത്യൻ ആർമി ട്രക്കിങ്ങിന് പോകാറുണ്ട്. ഗൈഡിങ്ങിനെ കൂട്ടി ആവശ്യമായ ഭക്ഷണവും വസ്ത്രവുമായി 3 ലെയർ കമ്മ്യൂണിക്കേഷൻ സംവിധാനവുമായി
3-ൽ കൂടുതൽ അംഗങ്ങളുമായി ഓവർഹെഡ് വാച്ച് ചെയ്യാനുള്ള സംവിധാനം, കാലാവസ്ഥാ മാറ്റമുണ്ടായാൽ അതിനുള്ള പ്രതിവിധിയുമായി ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളുമായിട്ടാണ് ഇന്ത്യൻ ആർമി പോലും ട്രക്കിങ്ങിന് പോകുന്നത്. ഇന്ത്യൻ ആർമിക്ക് പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരും എന്തെങ്കിലും സംഭവിച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ അവരെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങളുമുണ്ട്. ആന മുക്കുന്നത് പോലെ മുയൽ മുക്കിയാലോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. വകതിരിവ് അശേഷമില്ല. നമുക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് വരാം. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിൽ പറത്തി കാട്ടിലേക്ക് പോയ ഇവളെ രക്ഷിക്കാൻ പൊതുജനങ്ങളുടെ കാശാണ് ചിലവാക്കിയതും ഇവളെ രക്ഷിച്ചതും. ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഇവൾ ഈ പറയുന്ന 4 ദിവസം എവിടെയായിരുന്നു എന്ന് ചോദ്യം ചെയ്യണം. ഇവളുടെ മേൽ കേസ് ചാർജ് ചെയ്യണം. ഇവളെ മെഡിക്കൽ പരിശോധന നടത്തി ഈ 4 ദിവസം ഇവൾ എന്ത് ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തണം. വേറൊരു വഴിയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് GPS സംവിധാനമുള്ള ഒരു ക്യാമറയും 1 ദിവസത്തേക്കുള്ള ഭക്ഷണവും കൊടുത്ത് ഒന്നുകൂടെ ആ കാട്ടിൽ കൊണ്ടുവിടുക. അല്ല 4 ദിവസം ഇതൊന്നുമില്ലാതെ ജീവിച്ചവൾക്ക് 3 ദിവസം ഭക്ഷണമില്ലാതെ കാട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ലല്ലോ. മാവോയിസ്റ്റ് ബന്ധം തീർച്ചയായും അന്വേഷിക്കണം. ഇവളുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കണം. ഇവൾക്കെതിരെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം വനത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അതിക്രമിച്ചു കടന്നതിനും പൊതുഖജനാവിന് നഷ്ടവും ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ ജോലിഭാരവും സമ്മാനിച്ചതിന് കേസെടുത്ത് നഷ്ടപരിഹാരം ഈടാക്കണം. ഈ തിരച്ചിലിൽ ആർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചുവെങ്കിൽ ആര് ഉത്തരം പറയുമായിരുന്നു? ഈ അഹങ്കാരി അറിഞ്ഞുകൊണ്ട് ചെയ്തതാകാനാണ് മറ്റൊരു സാധ്യത. വൈറലാവാൻ വേണ്ടി. വൈറലാണല്ലോ ഇപ്പോഴത്തെ താരം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂട്ടാനുള്ള പരിപാടി. കർണാടകയിൽ ലോറി അപകടത്തിൽ മരിച്ച അർജുനെ വെച്ച് ലോറി ഉടമ എന്ന പേരിൽ ഒരുത്തൻ കാട്ടിക്കൂട്ടിയതും അവസാനം ധർമ്മസ്ഥല കേസിൽ കരഞ്ഞ് കാലുപിടിച്ചതും ഒക്കെ നാം കണ്ടതാണല്ലോ. അതുപോലെയും ആകാം. പ്രിയപ്പെട്ട കേരളത്തിലെ ചാനലുകാർ, ഒരു പൊടിക്കെങ്കിലും നാടിനോട് പ്രതിബദ്ധതയാകാം. നിങ്ങൾ ഈ പെണ്ണ് ചെയ്ത നിയമലംഘനം യുദ്ധം ജയിച്ചു എന്ന മട്ടിൽ എന്തോ വലിയ സംഭവമായി ഇതെടുത്ത് പൊക്കി അടിക്കുന്ന ചാനലുകാരെ, നീയൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് മറ്റുള്ളവർക്കും ഇതേ രീതിയിലുള്ള തെറ്റ് കാണിക്കാൻ പ്രചോദനമാകുമെന്ന് ഓർക്കുക. ഇത് അപകടമാണ്. അവസാനമായി മോളെ ശരണ്യെ, കാട്ടുമൃഗങ്ങൾ മനുഷ്യത്വമുള്ളവരാണ്. വല്ല നഗരത്തിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ മനുഷ്യമൃഗങ്ങളുടെ മൃഗീയതയ്ക്ക് മുന്നിൽ കീഴടങ്ങിയേനെ എന്ന് ഓർക്കുക. ഉയരുകിടന്നാൽ ഉപ്പുവിറ്റും പിഴയ്ക്കാം. മാഞ്ചിയം, ആട്, തേക്ക്, വെള്ളിമൂങ്ങ, ഇരുതലമുരി, നക്ഷത്ര ആമ, സ്വർണ്ണച്ചേന തുടങ്ങി മലയാളി സ്മരമണ്ഡൻ ഉടായ്പകളിലേക്ക് പുതിയ ഒരു ഐറ്റം കൂടി. സൂപ്പർ ശരണ്യ. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് വിശകലനങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ വിവിധ പേജുകളിൽ കാണുകയുണ്ടായി. ഇത് വിശ്വസിക്കാത്ത, എന്തിനാണ് ശരണ്യ പോയത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യണം, അത് കണ്ടെത്തണം എന്ന് പറയുന്ന ഒരുപാട് പേരുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. എന്തായാലും ഇതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. ആ പെൺകുട്ടി അത്തരത്തിലുള്ള ഒന്നിലും പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക് കർമ്മ.